വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ യു.എസ്. ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസും നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്. FEGയുടെ റേഞ്ച് എന്ന് പറയുന്നത് 56.900, അതുപോലെ തന്നെ 56.400 ആണ്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ FEG ഒരുപാട് പുറകിലാണ്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ റേഞ്ച് പറയുന്നത്. ഈ റേഞ്ച് നോക്കിയാൽ കാണാം ഒരു FEG എടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ രണ്ട് സപ്പോർട്ട് ഏരിയകളും ഉണ്ട്. അതിന്റെ നോക്കിയാൽ കാണാം 56.300, അതുപോലെ 56.700 എന്നുള്ള രണ്ട് സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതും 61.630 ആണ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. ഇതെല്ലാം ഒരു എക്സാക്റ്റ് അല്ല, ചെറിയ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ ഈ നമ്പർ കേൾക്കുന്ന ആളുകൾ ആ ഒരു ഏരിയയിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു വെക്കുക. ഇനി മാർക്ക് ചെയ്യാനുള്ള മറ്റുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം, മിനിഞ്ഞാന്നത്തെ ക്യാൻഡിൽ, അതായത് കഴിഞ്ഞ ഫ്രൈഡേത്തെ ക്യാൻഡിലിന്റെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇന്നലെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്യാൻഡിലിന്റെ മിഡിലേക്ക് എത്താനുള്ള സാധ്യത, ക്യാൻഡിലിന്റെ വിക്കിന്റെ മിഡിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് കാണാം ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ, അതായത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈന്റെ മുകളിൽ ഒരു FEG ഉണ്ട്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ബ്രേക്ക് തന്നു, വീണ്ടും താഴോട്ടേക്ക് ബ്രേക്ക് തന്നു, വീണ്ടും താഴോട്ടേക്ക് ബ്രേക്ക് തന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം ഇതിന്റെ താഴോട്ട്, അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് നല്ല സപ്പോർട്ട് എടുത്താണ് പോയിരുന്നത്. പിന്നെ മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. ആ ഒരു FEGനെ എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് വന്ന് നോക്കിയാൽ കാണാം വീണ്ടും നല്ല രീതിയിൽ ഇവിടെ ഒരു FEGനെ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയി ഒരു കൺസോളേഷൻ എന്നുള്ള ലെവലിലാണ് 1 ഹവറിൽ നിൽക്കുന്നത്. അപ്പോൾ 1 ഹവറിന് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഹവറിൽ കാര്യമായിട്ട് ഏരിയാസ് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ നോക്കിയാൽ കാണാം കൃത്യമായി ഈ ഒരു ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്താണ് പോകുന്നത്. തവണയും നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന മൊമെന്റിൽ മാത്രമേ നമുക്ക് ഇനി ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാൻഡിലോ വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്യുക, ഈ റെഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഇവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. നോക്കുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ചെറിയ ടാർഗറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഒന്ന് ഈ ലെവലിലായിരിക്കാം ഒരു ടാർഗറ്റ് വരുന്നത്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു റിജക്ഷൻ വിക്ക് ഒക്കെ ഉള്ള ഏരിയയിലായിരിക്കാം. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു 3 ഏരിയയാണ് ടാർഗറ്റ് ഉള്ളത്. പക്ഷെ നല്ല രീതിയിലൊരു മൂവ്മെന്റ് കിട്ടാതെ നമുക്ക് അതിന്റെ പുറകിൽ പോകാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന്, അതായത് ക്യാൻഡിൽസ് ഇവിടെ വരെ വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും വലിയൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തരാം. താഴോട്ടേക്ക് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെറിയൊരു റീടെസ്റ്റ് വീണ്ടും വരും. ആ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ, ഇപ്പൊ ഈ കാണുന്ന ക്യാൻഡിലിന്റെ ലോ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ നമുക്ക് വെക്കാം. മൂന്നാമത്തെ ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയ, നേരത്തെ പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം. നാലാമത്തെ അതിന്റെ താഴെ, അഞ്ചാമത്തെ അതിന്റെ താഴെയുള്ള ഒരു FEG വരെ വരാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് എൻട്രി സാധ്യതകൾ ഉള്ളത്. ഒന്ന് ഇതിന്റെ മുകളിലോട്ടുള്ള എൻട്രി സാധ്യത, രണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴെയുള്ള ഒരു എൻട്രി സാധ്യത. ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിലും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉള്ളത്, ഒരുപക്ഷെ മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യാതെ ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നിന്ന് കളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക. ട്രേഡ് എടുക്കണമെങ്കിൽ മുകളിലോട്ടൊന്ന് പോയിട്ട് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ താഴോട്ടേക്ക് വരണം. താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ക്യാൻഡിൽ വീണ് അല്ലെങ്കിൽ നല്ലൊരു ബെയറിഷ് മർബൂസ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ മുകളിലോട്ടും അങ്ങനെ തന്നെയാണ്. വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഈ റെഡ് ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം ഇത് റേഞ്ചാണ്. റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നന്നായിട്ട് നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും കൃത്യമായി ഈ ഏരിയാസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.